ദ്വിതീയ സ്കന്ധത്തിലെ അധ്യായം 4, 5, 6 എന്നീ ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ശാന്തനുവിനെ വിവാഹം ചെയ്യാൻ ഗംഗാദേവി പറയുന്ന വ്യവസ്ഥകൾ എന്തെല്ലാം? ആദ്യത്തെ വ്യവസ്ഥ, ശുഭമായാലും അശുഭമായാലും ഞാൻ ചെയ്യുന്ന ഒരു കാര്യവും അങ്ങ് നിഷേധിക്കരുത്. രണ്ടാമത്തെ വ്യവസ്ഥ, അപ്രിയമായി ഒന്നും പറയുകയും അരുത്. മൂന്നാമത്തെ വ്യവസ്ഥ, എൻ്റെ വാക്ക് അങ്ങ് അനുസരിക്കാതിരിക്കുന്ന ആ നിമിഷം അങ്ങയെ വിട്ടിട്ട് ഞാൻ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകുകയും ചെയ്യും. രണ്ടാമത്തെ ചോദ്യം, ശാന്തനു കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു? ശാന്തനു കഴിഞ്ഞ ജന്മത്തിൽ മഹാഭിഷനായിട്ടായിരുന്നു ജനിച്ചിരുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഗംഗയുടെ 8ാമത്തെ പുത്രനാര്? അദ്ദേഹം കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു? ഗംഗയുടെ 8ാമത്തെ പുത്രൻ ദേവവ്രതൻ എന്ന് പറയുന്ന ഭീഷ്മരായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ജന്മത്തിൽ വസിഷ്ഠ ധേനുവായ നന്ദിനിയെ അപഹരിച്ച സ്ത്രീജിതനായ വസുവായാണ് കഴിഞ്ഞ ജന്മത്തിൽ കഴിഞ്ഞത്. നാലാമത്തെ ചോദ്യം, 8ാമത്തെ പുത്രനെ ഗംഗ ശാന്തനുവിന് എപ്പോൾ എവിടെ വെച്ച് നൽകി? അപ്പോൾ ഗംഗാ തീരത്ത് ആ ഒരു തടത്തിൽ വെച്ച് വെള്ളം കുറഞ്ഞെന്ന് കണ്ട് ഒരു ബാലൻ അമ്പെയ്ത് കളിക്കുന്നത് കണ്ടപ്പോൾ ശാന്തനു ഗംഗയെ സ്മരിക്കുകയും അപ്പോൾ ഗംഗ പ്രത്യക്ഷയാവുകയും അപ്പോൾ ഗംഗയോട് ചോദിച്ചപ്പോൾ ഗംഗ അത് താങ്കളുടെ മകനാണ്, ഇപ്പോൾ അങ്ങേക്ക് തിരിച്ച് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അഞ്ചാമത്തെ ചോദ്യം, ശാന്തനുവിന് തൻ്റെ പുത്രിയെ നൽകാൻ ദാസൻ പറയുന്ന വ്യവസ്ഥകൾ എന്തെല്ലാം? പുത്രിയുടെ പുത്രൻ ശാന്തനുവിൻ്റെ കാലശേഷം രാജാവായി അഭിഷിക്തനാവണം. അവിടുത്തെ മറ്റൊരു പുത്രനും ആ അവകാശം നൽകാൻ പാടില്ല. ആറാമത്തെ ചോദ്യം, ഗംഗാപുത്രന് ഭീഷ്മർ എന്ന പേര് ലഭിച്ചതെങ്ങനെ? ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന് ഭീഷ്മമായ വ്രതം എടുത്തു. ആ ദാശപുത്രിയുടെ അംഗീകാരം കിട്ടുവാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഭീഷ്മർ എന്ന പേര് വന്നു. ഏഴാമത്തെ ചോദ്യം, ധൃതരാഷ്ട്രർക്ക് വൈശ്യസ്ത്രീയിൽ ജനിച്ച മകന്റെ പേര് യുയുത്സു. എട്ടാമത്തെ ചോദ്യം, ദേവിക്ക് മന്ത്രം നൽകി അനുഗ്രഹിച്ചതാര്? ദേവിക്ക് മന്ത്രം നൽകി അനുഗ്രഹിച്ചത് ദുർവാസാവ് മഹർഷി. ഒൻപതാമത്തെ ചോദ്യം, പാണ്ഡുവിന്റെ ഭാര്യമാർ ആരൊക്കെ? അവർക്കുള്ള പുത്രന്മാർ ലഭിച്ചതെങ്ങനെ? പാണ്ഡുവിന്റെ ഭാര്യമാർ ശൂരസേന പുത്രിയായ കുന്തിയും മാതൃദേശജയായ മാദ്രിയും. ആ ദുർവാസാവ് തന്ന മന്ത്രം ഉപയോഗിച്ചാണ് അവർക്ക് കുട്ടികളുണ്ടായത്. അതായത് ധർമ്മരാജനിൽ നിന്ന് യുധിഷ്ഠിരനും വായുദേവനിൽ നിന്ന് ഭീമനും ദേവേന്ദ്രനിൽ നിന്നും അർജുനനും ശൂരസേനപുത്രിയായ കുന്തിക്ക് ലഭിക്കുകയും ആ മന്ത്രം മാദ്രിക്ക് പറഞ്ഞു കൊടുത്തു കുന്തി. അതിനുശേഷം മാദ്രി അശ്വിനി ദേവന്മാരെ സ്മരിച്ചപ്പോൾ 2 പുത്രന്മാർ നകുലനും സഹദേവനും അവർക്ക് ലഭിച്ചു. 10ാമത്തെ ചോദ്യം, ധൃതരാഷ്ട്രർ എത്ര വർഷം പാണ്ഡുവിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞു? അദ്ദേഹത്തോടൊപ്പം വനവാസത്തിലേക്ക് പോയതാര്? 18 വർഷം ധൃതരാഷ്ട്രർ പാണ്ഡുവിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞു. പാണ്ഡവരുടെ വനവാസത്തേക്ക് പോയപ്പോൾ ധൃതരാഷ്ട്രരുടെ കൂടെ കുന്തിയും ഗാന്ധാരിയും വിതുരരും പോയി. താങ്ക് യു.